ലാസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ഇനി നോക്കാനുള്ള ഒരു പാർട്ടാണ് ഡിസിഷൻ തിയറി. നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. എല്ലാവരും ക്ലാസ് എന്തായാലും കാണണം. ഇനി ഡിസിഷൻ തിയറിയാണ് നോക്കാനുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ആദ്യമൊക്കെ നമുക്ക് കുറേ തിയറീസാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം എന്താണ് ഡിസിഷൻ തിയറി എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ തിയറി എബൌട്ട് ടേക്കിംഗ് ഡിസിഷൻസ്. അതായത് ഡിസിഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിയറിയാണ് ഈ ഡിസിഷൻ തിയറി എന്ന് പറയുന്നത്. It is a quantitative technique which helps the decision maker to arrive at a decision. അതായത് ഒരു ഡിസിഷൻ മേക്കറെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന, ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കാണ് ഈ ഡിസിഷൻ തിയറി എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് ഈസ് എ പ്രോസസ് ഓഫ് സെലക്ടിങ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫ്രം എ ഗ്രൂപ്പ് ഓഫ് ആൾട്ടർനേറ്റീവ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ആൾട്ടർനേറ്റീവ്സിൽ നിന്ന്, ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷനിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസിഷൻ തിയറി എന്താണെന്നൊക്കെ 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങളിത് പഠിച്ചു വയ്ക്കുക. ഡിസിഷൻ തിയറി എന്ന് പറഞ്ഞാൽ അത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കാണ്. ഡിസിഷൻ മേക്കറെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കറെ ഒരു പർട്ടിക്കുലർ ഡിസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കാണ് ഈ ഡിസിഷൻ തിയറി എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുന്നതാണ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് ടൈപ്പ് ഓഫ് ഡിസിഷൻസ് ആണ്. പല ടൈപ്പ് ഡിസിഷൻസ് ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സ്ട്രാറ്റജിക് ഡിസിഷൻ, സെക്കൻഡ് വൺ ടാക്റ്റിക്കൽ ഡിസിഷൻ, തേർഡ് വൺ ഓപ്പറേഷണൽ ഡിസിഷൻ, ഫോർത്ത് വൺ പ്രോഗ്രാമഡ് ഡിസിഷൻ ആൻഡ് ലാസ്റ്റ് വൺ നോൺ പ്രോഗ്രാമഡ് ഡിസിഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസിൻ്റെ ടൈപ്പുകളാണിത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് എന്ത്? സ്ട്രാറ്റജിക് ഡിസിഷൻ. സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലോങ് ടേം ഡിസിഷൻ. ഇറ്റ് ഈസ് ടേക്കൺ ബൈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അപ്പോൾ സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളതൊരു ലോങ് പീരിയഡിലേക്ക് വേണ്ടി എടുക്കുന്ന ഡിസിഷൻസ്, ഒരു നീണ്ട കാലത്തേക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ, ഒരു തീരുമാനമാണ് സ്ട്രാറ്റജിക് ഡിസിഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതായത് ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. ആ ഒബ്ജക്റ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ലോങ് ടേമിലേക്ക് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്ട്രാറ്റജിക് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ലോങ് ടേമിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഡിസിഷനാണ് സ്ട്രാറ്റജിക് ഡിസിഷൻ. അല്ലെങ്കിൽ ലോങ് ടേമുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് സ്ട്രാറ്റജിക് ഡിസിഷനിൽ വരുന്നത്. ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കുക ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. നെക്സ്റ്റ് വണ്ണാണ് ടാക്റ്റിക്കൽ ഡിസിഷൻ. ടാക്റ്റിക്കൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ഡിസിഷൻസ്, ഒരു ഷോർട്ട് പീരീഡിലേക്ക് എടുക്കുന്ന ഡിസിഷൻസ് ആണ് ടാക്റ്റിക്കൽ ഡിസിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ടേക്കൺ ബൈ ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് ടൈപ്പാണ് ഓപ്പറേഷണൽ ഡിസിഷൻ. ഓപ്പറേഷണൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസിഷൻ റിലേറ്റഡ് ടു ഡേ ആക്ടിവിറ്റീസ്. നമ്മുടെ ഓരോ ഡെയിലി ഉള്ള ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുന്ന ഡിസിഷനുകളാണ് ഓപ്പറേഷൻ ഡിസിഷനിൽ വരുന്നത്. ഇറ്റ് ഈസ് റിപ്പീറ്റേറ്റീവ് ആൻഡ് റുട്ടീൻ ഇൻ നേച്ചർ. അതായത് ഇത് ഓരോ ദിവസവും എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്തു വരും. അതായത് ഓരോ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്, ഡേ ടു ഡേ ആക്ടിവിറ്റീസുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഡിസിഷനാണ് ഓപ്പറേഷണൽ ഡിസിഷൻ. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? റിപ്പീറ്റേറ്റീവ് ആണ്, റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യും? ഡെയിലി എന്ത് ചെയ്യും? ഡിസിഷൻസ് എടുക്കും. ഡേ ടു ഡേ ആക്ടിവിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡിസിഷനാണ് ഓപ്പറേഷണൽ ഡിസിഷൻ. നെക്സ്റ്റ് വണ്ണാണ് പ്രോഗ്രാംഡ് ഡിസിഷൻ. ഇറ്റ് ഈസ് ദ റിപ്പീറ്റേറ്റീവ് റുട്ടീൻ ആൻഡ് വെൽ സ്ട്രക്ചേർഡ് ഡിസിഷൻ. പ്രോഗ്രാംഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാലും അതും റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള നേച്ചർ ഉള്ളതാണ് പ്രോഗ്രാംഡ് ഡിസിഷൻ. വെൽ സ്ട്രക്ചേർഡ് ഡിസിഷൻസ് ആണ് പ്രോഗ്രാംഡ് ഡിസിഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്താണ്? അതിനൊരു പർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അത് റിപ്പീറ്റേറ്റീവ് ആണ്. അതേപോലെ തന്നെ എന്താണ്? നമ്മൾ റുട്ടീനായിട്ട് പ്രോഗ്രാംഡ് ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ട് വരും. പിന്നെ നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ്. നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ അത് യുണീക്കാണ്, അൺസ്ട്രക്ചേർഡ് ഡിസിഷൻസ് ആണ് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 5 ഡിസിഷൻസിൻ്റെ ടൈപ്പ് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക.
അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്റ്റെപ്സ് ഓർ സ്റ്റേജസ് ഓർ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സ്റ്റെപ്പ് അല്ലെങ്കിൽ സ്റ്റേജസ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രോസസ്സാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആലോചിച്ച് ഇത് തന്നെ എഴുതാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ജസ്റ്റ് പോയിൻറ്റ്സ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇനി ഒരു 5 മാർക്കിനൊക്കെ ഷോർട്ട് എസ്സേ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. അത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ നീഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡൻറ്റിഫൈ ദ നീഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അതായത് ആ ഒരു പർട്ടിക്കുലർ ഡിസിഷന് എടുക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇങ്ങനൊരു ഡിസിഷൻ എടുക്കേണ്ടത്, അതിൻ്റെ നീഡ് എന്താണ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഐഡൻറ്റിഫൈ ദ നീഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ദി ഒബ്ജക്റ്റീവ്. നമുക്ക് ഒരു പർട്ടിക്കുലർ കാര്യത്തിനെ കുറിച്ചൊരു ഡിസിഷൻ എടുക്കണം. അപ്പോൾ ആ ഡിസിഷൻ്റെ നീഡ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യേണ്ടത് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കേണ്ടതിൻ്റെ ആവശ്യം, അപ്പോൾ ആ ഒബ്ജക്റ്റീവ്, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ നമ്മൾ ആ ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ ആ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തത് നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. അതായത് ആ ഒരു ഡിസിഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് റെലവൻ്റ് ആയിട്ട് തോന്നുന്ന ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. പിന്നെ അടുത്തത് ഐഡൻറ്റിഫൈ ദി അൾട്ടർനേറ്റീവ്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ആ ഓപ്ഷൻസ് ഏതൊക്കെയാണ്, നമുക്ക് മുന്നിലുള്ള ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഇവാലുവേറ്റ് ദി ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഈ ആൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേറ്റ് ചെയ്യുക. ഓരോ ആൾട്ടർനേറ്റീവും അല്ലെങ്കിൽ ഓരോ ഓപ്ഷൻസും ഇവാലുവേറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു ഡിസിഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും, അതല്ലെങ്കിൽ മറ്റൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും. ഇങ്ങനെ ഓരോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ആൾട്ടർനേറ്റീവിനെ കുറിച്ചിട്ടും നമ്മൾ ക്ലിയർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചൂസിങ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. അപ്പോൾ ആൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിച്ച് അത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് സിക്സ്ത് സ്റ്റെപ്പ്. സെവൻത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസിഷന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഡിസിഷൻ. ആ ഡിസിഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതാണ് സെവൻത്ത് സ്റ്റെപ്പ്. എയ്ത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു ഡിസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് നമ്മൾ ആ ഒരു ഡിസിഷൻ നടപ്പിലാക്കിയത് കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ആഫ്റ്റർ എഫക്റ്റുകൾ വന്നിട്ടുള്ളത്, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ പോകുന്നുണ്ടോ, എന്തെങ്കിലും റിസ്കുകൾ നമുക്കുണ്ടോ, ഇത്തരത്തിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിനെ റിവ്യൂ ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സ്റ്റെപ്പ് പറയുന്നത്. ഫസ്റ്റ് വൺ, അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടതിൻ്റെ ആവശ്യം, നീഡ് ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ടാമത് പറഞ്ഞത് ഒബ്ജക്റ്റീവുകൾ സെറ്റ് ചെയ്യുക. മൂന്നാമത് പറഞ്ഞത് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. ആൾട്ടർനേറ്റീവ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓരോ ആൾട്ടർനേറ്റീവിനെയും ഇവാലുവേറ്റ് ചെയ്യുക. അതിൽ നിന്ന് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കുക. ഡിസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. റിവ്യൂ ആൻഡ് ഫോളോ അപ്പ്. ഇത്രയാണ് സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പഠിക്കാനുള്ളത് കോമ്പണൻസ് ഓർ എലമെൻറ്റ്സ് ഓഫ് എ ഡിസിഷൻ പ്രോബ്ലം. ഒരു ഡിസിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എലമെൻറ്റ്സ്, ഒരു ഡിസിഷൻ്റെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ കോമ്പണൻസ് എന്തൊക്കെയാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡിസിഷൻ മേക്കർ. ഒരു ഡിസിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പോണൻ്റ് അല്ലെങ്കിൽ എലമെൻ്റ് ആണ് ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസിഷൻ മേക്കർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഡിസിഷൻ മേക്കർ ഈസ് ചാർജ്ഡ് വിത്ത് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് മേക്കിംഗ് ദി ഡിസിഷൻ. ഡിസിഷൻ എടുക്കുന്നത് ആരാണോ അവരാണെന്ത്? ഡിസിഷൻ മേക്കർ. ഈ ഡിസിഷൻ മേക്കറുടെ റെസ്പോൺസിബിലിറ്റിയാണ് മേക്കിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഹി ഹാസ് ടു സെലക്ട് വൺ ഫ്രം എ സെറ്റ് ഓഫ് പോസിബിൾ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഇവിടെ കോഴ്സ് എന്നാണ്, COURSE, ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പോൾ
ഒരു ഡിസിഷൻ മേക്കർ എന്ന് പറഞ്ഞാൽ ഡിസിഷൻ എടുക്കാൻ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാണ് ഡിസിഷൻ മേക്കർ. ആ ഡിസിഷൻ മേക്കർ അവൈലബിൾ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യണം. അതാണ് ഡിസിഷൻ മേക്കർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കോമ്പോണൻ്റ് അല്ലെങ്കിൽ എലമെൻ്റാണ് ആക്ട്. ആക്ടിനെ കോഴ്സ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് എന്നും പറയും. രണ്ടാമത്തെ എലമെൻ്റ് ആയിരുന്നു ആക്ട്. ആക്ടിൻ്റെ പറയുന്ന മറ്റൊരു പേരാണ് കോഴ്സ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ സ്ട്രാറ്റജീസ്. Act are the alternative course of action or strategies that are available to the decision maker. ആക്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൾട്ടർനേറ്റീവ്സ് ആണ്. അതായത് ഏതൊരു കാര്യം ഏതൊരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിലും അവിടെ ഡിസിഷൻ മേക്കർക്ക് ഡിഫറൻറ്റ് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് BCom BBA അതല്ലെങ്കിൽ CA CMA ഒരുപാട് കോഴ്സുകൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ അൾട്ടർനേറ്റീവ്സിനെയാണ് നമ്മൾ ആക്ട്സ് അല്ലെങ്കിൽ കോഴ്സ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഡിസിഷൻ മേക്കർക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ അൾട്ടർനേറ്റീവ്സിനെയാണ് ആക്ട്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അടുത്ത മൂന്നാമത്തെ കോമ്പോണൻ്റാണ് ഇവൻ്റ്. ഇവൻറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ. ഇവൻറ്റിൻ്റെ മറ്റൊരു പേരാണ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ. ഇവൻറ്റ്സ് ആർ ദി ഒക്കുറൻസ് വിച്ച് അഫക്റ്റ് ദി അച്ചീവ്മെൻറ്റ് ഓഫ് ദി ഒബ്ജക്റ്റീവ്. ദ ഡിസിഷൻ മേക്കർ ഹാസ് നോ കൺട്രോൾ ഓവർ ദി ഇവൻറ്റ്. അപ്പോൾ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഇവൻ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് അതിനെ അച്ചീവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്ന ടൈമിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇൻറ്റേർണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഒക്കെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഇവൻ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് ഇവൻറ്റ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇവൻറ്റ്സിൻ്റെ മുകളിൽ ഡിസിഷൻ മേക്കർക്ക് കൺട്രോൾ ഒന്നും ഉണ്ടാവില്ല. അതെന്താണ്? എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ എൻവിറോൺമെൻറ്റൽ ചേഞ്ചസ് അല്ലെങ്കിൽ ഗവൺമെൻറ് പോളിസി, ഇതിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസിഷൻ മേക്കർക്ക് കൺട്രോളൊന്നും ഉണ്ടാവില്ല. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. അപ്പോൾ ഈ 3 കോമ്പോണൻറ്റ്സ് ഡിസിഷൻ മേക്കർ, ആക്ട്, ഇവൻറ്റ്, ഇത് 3ഉം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് കോമ്പോണൻ്റാണ് ഔട്ട്കം. ഔട്ട്കത്തിനെ നമ്മൾ കണ്ടീഷണൽ വാല്യൂ എന്നും പറയും. ഔട്ട്കം ഈസ് ഓൾസോ നോൺ ആസ് കണ്ടീഷണൽ വാല്യൂ. ദാറ്റ് ഈസ് വെൻ ദ ഡിസിഷൻ മേക്കർ സെലക്ട് എ പർട്ടിക്കുലർ ആക്ട് under a particular state of nature, the result obtained is called the outcome. ഔട്ട്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? റിസൾട്ടാണ്. ഔട്ട്കം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിസൾട്ടാണ്. ഡിസിഷൻ മേക്കർ ഒരു പർട്ടിക്കുലർ ആക്ട് ചെയ്തു അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിസിഷൻ എടുത്തു, അതിൻ്റെ റിസൾട്ടിനെയാണ് നമ്മൾ ഔട്ട്കം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഔട്ട്കം is also known as conditional value. That is when the decision maker select a particular act under a particular state of nature, the result obtained is called the outcome. അപ്പോൾ ഡിസിഷൻ മേക്കർ ഒരു പർട്ടിക്കുലർ ആക്ട് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതിനുശേഷം അവിടെ വരുന്ന കോൺസിക്വൻസസ് അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന റിസൾട്ട്, അതാണ് ഔട്ട്കം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഔട്ട്കം 2 രീതിയിലുണ്ട്. ഒന്ന് പേ ഓഫും ഒന്ന് ഓപ്പർച്യൂണിറ്റി ലോസും. പേ ഓഫ് എന്ന് പറഞ്ഞാൽ ദ പേ ഓഫ് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ആസ് ദ ഔട്ട്കം ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ഫോം. ഔട്ട്കത്തിനെ ക്വാണ്ടിറ്റേറ്റീവ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് പേ ഓഫ് എന്ന് പറയുന്നത്. ഒരു ഡിസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കിട്ടുന്ന ആ ഒരു ഔട്ട്കത്തിനെ ക്വാണ്ടിറ്റേറ്റീവ് ഫോമിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് പേ ഓഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേ ഓഫിൽ മോണിറ്ററി ഗെയിനോ അല്ലെങ്കിൽ ലോസോ വരാം. പേ ഓഫ് എന്താണ്? ചിലപ്പോൾ നമ്മളൊരു ഡിസിഷന് എടുത്തു, ആ ഡിസിഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരാം? ചിലപ്പോൾ ഗെയിന് വരാം, ചിലപ്പോൾ ലോസ് വരാം. അപ്പോൾ അതൊക്കെ എന്താണ്? പേ ഓഫ് ആണ്. പേ ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഫോമിൽ ഔട്ട്കത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് പേ ഓഫ്. പിന്നെ
ഒന്നാണ് ഓപ്പർച്യൂണിറ്റി ലോസ്. ഓപ്പർച്യൂണിറ്റി ലോസിനെ പറയുന്നൊരു പേരാണ് റിഗ്രറ്റ്. ഓപ്പർച്യൂണിറ്റി ലോസ് എന്ന് പറഞ്ഞാൽ റിഗ്രറ്റ്. ഓപ്പർച്യൂണിറ്റി ലോസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ ലോസ് ഇൻക്വയർഡ് ബിക്കോസ് ഓഫ് ഫെയിലിയർ ടു ടേക്ക് ദ ബെസ്റ്റ് പോസിബിൾ ഡിസിഷൻ. ഓപ്പർച്യൂണിറ്റി ലോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസിഷൻ മേക്കർ കറക്റ്റായിട്ടുള്ള ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തത് കൊണ്ട് ലോസ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഓപ്പർച്യൂണിറ്റി ലോസ് അല്ലെങ്കിൽ റിഗ്രറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാത്തത് കാരണം എന്തെങ്കിലും ലോസ് ഇൻക്വയറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഓപ്പർച്യൂണിറ്റി ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്കംസിൽ പറയുന്നത് ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു പർട്ടിക്കുലർ ഡിസിഷൻ മേക്കർ ഒരു പർട്ടിക്കുലർ ആക്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ആക്ടിന് കിട്ടുന്ന റിസൾട്ടിനെയാണ് ഔട്ട്കം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് രണ്ട് രീതിയിലുണ്ട്, പേ ഓഫും ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ലോസും ഉണ്ട്. പേ ഓഫ് എന്ന് പറഞ്ഞാൽ ഔട്ട്കത്തിനെ ക്വാണ്ടിറ്റേറ്റീവ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് പേ ഓഫ്. ഓപ്പർച്യൂണിറ്റി ലോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു പേര് റിഗ്രറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓപ്പർച്യൂണിറ്റി ലോസ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഡിസിഷൻ എടുക്കാത്തത് കാരണം ഫെയിലിയർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഡിസിഷൻ എടുക്കാത്തത് കൊണ്ട് ലോസ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഓപ്പർച്യൂണിറ്റി ലോസ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പേ ഓഫ് ടേബിൾ ആൻഡ് റിഗ്രറ്റ് ടേബിൾ. എന്താണ് പേ ഓഫ് ടേബിൾ, എന്താണ് റിഗ്രറ്റ് ടേബിൾ? എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. പേ ഓഫ് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പേ ഓഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് പേ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്കത്തിനെ ക്വാണ്ടിറ്റേറ്റീവ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് പേ ഓഫ്. അത് ഗെയിനോ ലോസോ ആവാം. അപ്പോൾ പേ ഓഫ് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ടേബിൾ ഇൻ മെട്രിക്സ് ഫോം വിച്ച് ഷോസ് ദി എൻഡ് റിസൾട്ട് ഓഫ് ഈച്ച് ആൻഡ് എവരി ആൾട്ടർനേറ്റീവ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ഫോം. അതായത് ഓരോ ആൾട്ടർനേറ്റീവ്സിൻ്റെയും അല്ലെങ്കിൽ ഓരോ ആക്ടിൻ്റെയും എൻഡ് റിസൾട്ടുകൾ കാണിക്കുന്ന ടേബിളാണ് പേ ഓഫ് ടേബിൾ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, പേ ഓഫ് ടേബിൾ എന്ന് പറഞ്ഞാൽ എല്ലാ ആൾട്ടർനേറ്റീവിൻ്റെയും അല്ലെങ്കിൽ എല്ലാ ആക്ടിൻ്റെയും റിസൾട്ടുകൾ, കോൺസിക്വൻസസ്, ഔട്ട്കംസ് കാണിക്കുന്ന ടേബിളാണ് പേ ഓഫ് ടേബിൾ. അടുത്തത് എന്താണ് റിഗ്രറ്റ് ടേബിൾ എന്നാണ്. റിഗ്രറ്റ് ടേബിൾ ഈസ് എ മെട്രിക്സ് വിച്ച് ഷോസ് ദി ഓപ്പർച്യൂണിറ്റി ലോസ് ഫോർ ഈച്ച് ആക്ട് അണ്ടർ എ സ്റ്റേറ്റ് ഓഫ് നേച്ചർ. അപ്പോൾ റിഗ്രറ്റ് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ആക്ടിൻ്റെയും ഓപ്പർച്യൂണിറ്റി ലോസ് കാണിക്കുന്ന ടേബിളാണ് റിഗ്രറ്റ് ടേബിൾ. പേ ഓഫ് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ആക്ടിൻ്റെയും എൻഡ് റിസൾട്ട് കാണിക്കുന്നതാണ് പേ ഓഫ് ടേബിൾ. റിഗ്രറ്റ് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ആക്ടിൻ്റെയും ഓപ്പർച്യൂണിറ്റി ലോസ് കാണിക്കുന്ന മെട്രിക്സ് അല്ലെങ്കിൽ ടേബിളാണ് റിഗ്രറ്റ് ടേബിൾ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ പേ ഓഫ് ടേബിളും റിഗ്രറ്റ് ടേബിളുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കൊരു പേ ഓഫ് ടേബിൾ തന്നിട്ടുണ്ടാവും. ഈ ടേബിളിൽ നിന്ന് നിങ്ങൾ റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കണം. പേ ഓഫ് ടേബിൾ തന്നിട്ട് നിങ്ങൾ റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കണം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഞാനിവിടെ ഒരു പേ ഓഫ് ടേബിളാണ് വരച്ചിട്ടുള്ളത്. ഈ പേ ഓഫ് ടേബിളിൽ A1, A2, A3 എന്ന് പറഞ്ഞാൽ അത് ആക്റ്റാണ്. എ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്റ്റാണ്. നമ്മളിവിടെ പഠിച്ചു ഇല്ലേ, ആക്ട് എന്ന് പറഞ്ഞാൽ കോഴ്സ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ സ്ട്രാറ്റജീസ്, ആൾട്ടർനേറ്റീവ്സിനെയാണ് ആക്ട് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ ഇവൻറ്റുകളാണ്. അപ്പം നമ്മൾ മുകളിൽ എഴുതിയിട്ടുള്ള ഈ A1, A2, A3 എന്ന് പറയുന്നതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ്സ്. ആക്റ്റാണ് A1, A2, A3 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ S1, S2, S3 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് നേച്ചർ അല്ലെങ്കിൽ ഇവൻറ്റുകൾ. നമ്മൾ പറഞ്ഞു ഡിസിഷൻ മേക്കറുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങളാണ് ഇവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ S1, S2, S3 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ് ഓഫ് നേച്ചറാണ്. എന്നിട്ട് ഇവിടെ നമുക്ക് വാല്യൂസും തന്നിട്ടുണ്ട്. ഈ വാല്യൂസിൽ നിന്ന് നമ്മളൊരു റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കണം. വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യം നമ്മൾ റിഗ്രറ്റ് ടേബിൾ ഹെഡിങ് കൊടുക്കുക, റിഗ്രറ്റ് ടേബിൾ. ഈ റിഗ്രറ്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇതേപോലെ തന്നെയാണ് നമ്മൾ റിഗ്രറ്റ് ടേബിൾ വരയ്ക്കേണ്ടത്. A1, A2, A3, ഇവിടെയാണെന്നുണ്ടെങ്കിൽ S1, S2, S3 ഇങ്ങനെയാണ് നമ്മൾ
റിഗ്രറ്റ് ടേബിൾ വരയ്ക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അതേപോലെ നമ്മൾ ടേബിൾ വരച്ചു. ഇനി റിഗ്രറ്റ് ടേബിളിൻ്റെ വാല്യൂസ് അറിയണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കുക. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, S1 നോക്കുക. S1 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് നേച്ചർ. S1ൽ ഈ റോയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ റോ വൈസ് ആണ് നോക്കേണ്ടത് കേട്ടോ. അതായത് 2, 3, 10. S1ന് നേരെയുള്ള റോ എന്ന് പറയുന്നത് 2, 3, 10. ഇതിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എടുക്കുക. ഇതിലെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 10 റോ വൈസ് നോക്കണം. ഫസ്റ്റ് റോയിലെ ഹയസ്റ്റ് വാല്യൂ എടുക്കുക 10. എന്നിട്ട് ഈ 10ൽ നിന്ന് ഈ റോയിലെ ബാക്കിയുള്ള സംഖ്യകളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിഗ്രറ്റ് ടേബിൾ കിട്ടും. അപ്പോൾ ഹയസ്റ്റ് വാല്യൂ 10. 10ൽ നിന്ന് ആദ്യം എന്ത് ചെയ്യുക, 2 കുറയ്ക്കുക. 10ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. പിന്നെ അടുത്തത് 10ൽ നിന്ന് ഈ 3 കുറയ്ക്കുക. 10ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ നമുക്ക് 7 എന്ന് കിട്ടും. പിന്നെ ഈ 10ൽ നിന്ന് 10 തന്നെ കുറയ്ക്കുമ്പോൾ 0 എന്ന് കിട്ടും. അപ്പോൾ റിഗ്രറ്റ് ടേബിളിലെ ഫസ്റ്റ് റോ നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ റോയും നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ നോക്കുക. 0, 5, 15. ഈ 0, 5, 15ലെ ഹയസ്റ്റ് വാല്യൂ എടുക്കുക. ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 15. അപ്പോൾ ഈ 15ൽ നിന്ന് ഈ റോയിലെ ബാക്കി സംഖ്യകളൊക്കെ കുറയ്ക്കാം. 15ൽ നിന്ന് 0 കുറച്ചാൽ എത്ര? 15. 15ൽ നിന്ന് 5 കുറച്ചാൽ 10. 15ൽ നിന്ന് 15 തന്നെ കുറച്ചാൽ 0. അപ്പോൾ നമുക്ക് റിഗ്രറ്റ് ടേബിളിൻ്റെ രണ്ടാമത്തെ റോയും കിട്ടി. ഇനി അടുത്ത ലാസ്റ്റ് റോ ഉണ്ട്. -2, 8, 20. ഇതിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാണ്? 20 ആണ്. അപ്പോൾ 20 -2. 20 -2 എന്ന് പറഞ്ഞാൽ 20 + 2 ആണ്. എത്ര കിട്ടുക? 22. 20 -2 ചെയ്താൽ 22 ആണ് കിട്ടുക. പിന്നെ 20 - 8 ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടും. 20 - 20 ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പേ ഓഫ് ടേബിളിൽ നിന്ന് റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കേണ്ടത്. ഓരോ റോയിലെയും ഹയസ്റ്റ് വാല്യൂ എടുക്കുക. എന്നിട്ട് ആ ഹയസ്റ്റ് വാല്യൂവിൽ നിന്ന് ആ റോയിലുള്ള ബാക്കി സംഖ്യകൾ കുറച്ചിട്ട് റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കുക. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഇതാണ് നെക്സ്റ്റ് പ്രോബ്ലം. ഗിവൺ ബിലോ ഈസ് എ പേ ഓഫ് ടേബിൾ. ഫ്രം ഇറ്റ് ഫോം റിഗ്രറ്റ് ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ. അപ്പോൾ ഈ റിഗ്രറ്റ് ടേബിളിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ എന്ന് പറയുന്നത്. റിഗ്രറ്റ് ടേബിളിൻ്റെ മറ്റൊരു പേരാണ് ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. റിഗ്രറ്റ് ടേബിൾ തന്നെയാണ് ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ തന്നിട്ടുള്ള ഇത് പേ ഓഫ് ടേബിളാണ്. ഗിവൺ ബിലോ ഈസ് എ പേ ഓഫ് ടേബിൾ. തന്നിട്ടുള്ളത് പേ ഓഫ് ടേബിളാണ്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ A1, A2, A3 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞിട്ട് E1, E2, E3 കൊടുത്തിട്ടുണ്ട്. വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? റിഗ്രറ്റ് ടേബിൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ഹെഡിങ് കൊടുക്കുകയാണ് റിഗ്രറ്റ് ടേബിൾ. എങ്ങനെയാണ് റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കുക? ഈ ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിളിൽ എങ്ങനെയാണോ എഴുതിയിട്ടുള്ളത് അതേപോലെ തന്നെയാണ് എഴുതേണ്ടത്. A1, A2, A3. ഇവിടെ E1, E2, E3. ഇനി എങ്ങനെയാണ് റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കുക? ആദ്യം നമ്മൾ ഫസ്റ്റിലുള്ള ഈ റോ നോക്കും. ഈ ഫസ്റ്റ് റോയിൽ നിങ്ങളിങ്ങനെ വരയ്ക്കാനൊന്നും പാടില്ല. ഈ ഞാൻ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്നുണ്ട്. ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ സംഖ്യകളാണ് 156, 153, 150. ഇതിലെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 156 ആണ്. അപ്പോൾ ഈ 156ൽ നിന്ന് ഈ റോയിലെ ബാക്കി സംഖ്യകളൊക്കെ കുറയ്ക്കണം. അപ്പോൾ ഫസ്റ്റ് 156ൽ നിന്ന് 156 കുറച്ചാൽ 0 ആണ്. 156ൽ നിന്ന് 153 കുറച്ചാൽ 3 ആണ് കിട്ടുക. 156ൽ നിന്ന് 150 കുറച്ചാൽ 6 ആണ് നമുക്ക് കിട്ടുക. ഇനി രണ്ടാമത്തെ ഈ റോ നോക്കുക. ഇതിലെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 158 ആണ്. അപ്പോൾ ആദ്യം 158ൽ നിന്ന് 156 കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ 2 ആണ്. പിന്നെ 158ൽ നിന്ന് 158 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 0 കിട്ടും. പിന്നെ 158ൽ നിന്ന് 155 കുറയ്ക്കുമ്പോൾ 3 കിട്ടും.
പിന്നെ ലാസ്റ്റിലുള്ള ഈ ഒരു റോ, ഈ റോയിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 160ആണ്. അപ്പോൾ ആദ്യം 160ൽ നിന്ന് ഈ 156 കുറയ്ക്കുക, അപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. പിന്നെ 160ൽ നിന്ന് 158 കുറയ്ക്കുമ്പോൾ 2 എന്ന് കിട്ടും. 160ൽ നിന്ന് 160 കുറയ്ക്കുമ്പോൾ 0 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പേ ഓഫ് ടേബിളിൽ നിന്ന് റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കേണ്ടത്. എക്സാമിന് ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു മാർക്കിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ റിഗ്രറ്റ് ടേബിളിൻ്റെ മറ്റൊരു പേരാണ് ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ എന്നുള്ളത് മറക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ റോയും നോക്കുക, ഓരോ റോയിലെയും ഹയസ്റ്റ് വാല്യൂ എടുക്കുക, എന്നിട്ട് ആ വാല്യൂവിൽ നിന്ന് റോയിലുള്ള ബാക്കി വാല്യൂസ് ലെസ് ചെയ്തിട്ട് റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ.